ഭാഗമായി അവരുടെ സ്വന്തം പ്രിൻസിപ്പൽ ഡോക്ടർ ആനന്ദ് സാറിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ്. സാറിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നമ്മളുമായി പങ്കുവെക്കാം. എൻ്റെ ബി.എഡ് കോഴ്സ് കഴിഞ്ഞ് കാസർഗോഡ് വരുമ്പോഴാണ് എന്നെ ബി.എഡ് പഠിപ്പിച്ച ഡയറക്ടറാണ് കാസർഗോഡ് ബി.എഡ് സെൻ്ററിൻ്റെ ചാർജ് വഹിക്കുന്നത് അറിഞ്ഞത്. അദ്ദേഹം അവിടെ ഫിസിക്കൽ സയൻസിന് ക്ലാസ് എടുക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ എൻ്റെ അധ്യാപക ജീവിതം തുടങ്ങുന്നത്. അങ്ങനെ ബി.എഡ് സെൻ്ററിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കുട്ടികളുടെ പ്രാക്ടീസ് ക്ലാസ്സുകൾ കാണാൻ വേണ്ടി ഞാൻ ആദ്യമായി ചെമ്മനാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് വരുന്നത്. ആ സമയത്ത് അവിടുത്തെ ഹെഡ് മാഷായിട്ട് ഉണ്ടായിരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മോമന്യ മാഷാണ്. ആ മാഷ് ആദ്യം ഞാൻ പോയപ്പോൾ തന്നെ ഈ സ്കൂളിലേക്ക് വരണം എന്ന് എന്നോട് പറയുകയും ഞാൻ അങ്ങനെ സ്കൂളിൽ 97 ഹൈസ്കൂളിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു. 98 ഹയർ സെക്കൻഡറി തുടങ്ങിയത്. അന്ന് മുതൽ കുട്ടികളുടെ കൂടെ തന്നെ എല്ലാ കാര്യത്തിലും നാട്ടുകാരുടെ കൂടെയും കുട്ടികളുടെ കൂടെയും രക്ഷിതാക്കളുടെ കൂടെയും പ്രവർത്തിച്ചു. ആ പ്രവർത്തന പരിചയം മൂലമാണ് എനിക്ക് 2020 പ്രിൻസിപ്പലായി സ്കൂളിൽ ജോയിൻ ചെയ്തപ്പോഴും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ സ്കൂളിനെ കൊണ്ടുപോകാൻ വേണ്ടി സാധിച്ചത്. അന്ന് നമുക്കറിയാം, കൊറോണ കാലഘട്ടമായിരുന്നു. ഒരു കുട്ടികളും ഇല്ലാത്ത അവസ്ഥയിൽ ഞാനും 2 സ്റ്റാഫ് മാത്രമുള്ള ഒരു കാലഘട്ടമായിരുന്നു. കുറേ മാസങ്ങളോളം അങ്ങനെയാണ് സ്കൂളിൽ പോയത്. പിന്നീട് വളരെ ഊർജ്ജസ്വലമായി തിരിച്ചു വരാൻ വേണ്ടി നമുക്ക് സാധിച്ചു. അപ്പോൾ 2006 മുതൽ ഈ 2026 വരെ പ്രിൻസിപ്പലായി ഞാൻ ഇവിടെ സേവനമനുഷ്ഠിച്ചു. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ കുട്ടികളെയും രക്ഷിതാക്കളെയും ഒരുപോലെ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒന്നിച്ചു നിർത്താനും അവരുടെ കാര്യങ്ങൾ കേൾക്കാനും സാധിച്ചു എന്നതാണ് എനിക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടി സാധിച്ചത്. ഇത്രയും വലിയ സ്കൂളാണ് നമ്മുടെ ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് ജില്ലയിലെ ഏറ്റവും വലിയ സ്കൂളാണ്. ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. അതുകൊണ്ട് തന്നെ അത്രയും കുട്ടികളെ ഒന്നിച്ചു കൊണ്ടുപോകാൻ സാധിച്ചത് പ്രത്യേകിച്ച് നമ്മുടെ PTയും മാനേജ്മെൻറ്റും എല്ലാ സഹകരണവും എനിക്ക് തന്നതുകൊണ്ട് മാത്രമാണ്. ഈ പ്രിൻസിപ്പളായ കാലഘട്ടം മുതലേ പലപ്പോഴും പല പ്രിൻസിപ്പൽമാരും പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പറയാറുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചോളം എനിക്കൊരു പ്രയാസം ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ സത്യസന്ധമായി പറയുകയാണ്. അതിന് കാരണം നമ്മുടെ മാനേജ്മെൻറ്റാണ്. ഏത് ആവശ്യവും ഏത് സമയത്ത് പറഞ്ഞെങ്കിലും അത് നമ്മൾ കുട്ടികൾക്ക് വേണ്ടി നമ്മുടെ സ്കൂളിന് വേണ്ടി ചെയ്യാൻ അവരെ ഏത് സമയത്ത് സന്നദ്ധമായിരുന്നു എന്നാണ് അത് ഇവിടെ പറയാനുള്ളത്. തീർച്ചയായും അവരുടെ പൂർണ്ണ സഹകരണം, അതോടൊപ്പം തന്നെ എൻ്റെ പ്രിയപ്പെട്ട സ്റ്റാഫ് അംഗങ്ങളുടെയും പൂർണ്ണ സഹകരണം കൊണ്ടാണ് ഇത്രയും നന്നായി എനിക്ക് പ്രവർത്തിക്കാൻ വേണ്ടി സാധിച്ചത്. ഞാൻ സമ്പൂർണ്ണ തൃപ്തനാണ്. ഈ അവസരത്തിൽ എൻ്റെ ആത്മാർത്ഥമാണ് പറയാനുള്ളത്. സത്യം പറഞ്ഞാൽ ഞാനൊരു കാർഷിക കുടുംബത്തിൽ നിന്ന് വന്നവനാണ്. അപ്പോൾ ഞാൻ മാത്രമാണ് എൻ്റെ കുടുംബത്തിലൊരു അധ്യാപകനായി വന്നത്. അതൊരു നിമിത്തമായിരിക്കാം ഈ സ്കൂളിനെ സേവിക്കാനും നാട്ടിനെ സേവിക്കാനും. എനിക്ക് പല അവസരങ്ങളും ഉണ്ടായതിൽ പോലും ഇവിടെ തന്നെ സേവിക്കണം, ഇവിടെ തന്നെ റിട്ടയർ ചെയ്യണം എന്നൊരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എൻ്റെ കൂടെ നിങ്ങൾക്കറിയാം ടീച്ചറും കൂടിയുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ ഒന്നിച്ച് പിരിയണം എന്ന ആഗ്രഹമാണ് എനിക്കുണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നിന്നത്. അപ്പോൾ ഈ ഒരു അവസരത്തിന് എനിക്ക് അവസരം ഉണ്ടാക്കി തന്ന എല്ലാവരും, അത് മാനേജ്മെൻറ്റാണ്, PT ആണ്, നമ്മുടെ സ്റ്റാഫ്, നാട്ടുകാർ, ഓൾഡ് സ്റ്റുഡൻസ് എല്ലാവരും അവരുടെ സഹകരണം അത് മാത്രമാണ്. അവർക്ക് ഈ അവസരത്തിൽ എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഞാനിപ്പോൾ ഈ നാട്ടുകാരനാണ്. എൻ്റെ വീട് സ്കൂൾ നാട്ടിൽ തന്നെയാണ്. ഞാൻ പോകുന്ന വഴിയാണത്. തീർച്ചയായും ഞാൻ സ്കൂളിൽ നിന്ന് പിരിഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, ഔദ്യോഗികമായി പിരിഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും സ്കൂളിനും നാട്ടിലും ഉള്ള എൻ്റെ സേവനം ഇനി തീർച്ചയായിട്ടും ഉണ്ടാകും. എല്ലാ സഹകരണവും എൻ്റെ ഭാഗത്തുണ്ടാകും എന്ന് ഞാൻ അറിയിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.